ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നതതല യോഗം ചേർന്നു. ശുചീകരണ തൊഴിലാളിയെ ഇന്ന് ധർമ്മസ്ഥലയിലെത്തിക്കും. വനഭൂമിയിൽ കുഴിച്ചെടുക്കുന്നതിന് അപേക്ഷ RDOയ്ക്ക് റിപ്പോർട്ട് നൽകാൻ SIT സംഘം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ ഈ ഒരു വളരെയധികം വലിയൊരു നിഗൂഢമായ ഒരു കൊലപാതകങ്ങളുടെ ചൂടഴിയുകയാണ്. ഈ ഒരു സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നതതല യോഗം ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് 9:15 കൂടി ഈ ബെൽത്തങ്ങാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പ് ഹൗസിലായിരുന്നു ഈ ഉന്നതതല യോഗം ഉണ്ടായിരുന്നത്. DGP പ്രണവ് മെഹന്തി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഓൺലൈനായി പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ ഈ കേസന്വേഷണത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഇതിൽ സുപ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളിയെ ഇന്ന് തന്നെ ധർമ്മസ്ഥലയിൽ എത്തിക്കാനുള്ള നീക്കമാണ് SIT സംഘം നടത്തുന്നത്. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് മാർക്ക് ചെയ്ത് സീൽ ചെയ്ത് ഈ പ്രദേശത്തിന് സുരക്ഷയൊരുക്കാൻ SIT സംഘം തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു വനഭൂമി ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ കുഴിക്കുന്നതിന് RDOയുടെയും വനം വകുപ്പിന്റെയും റിസർവ് വനമാണ്. അതുകൊണ്ട് വനം വകുപ്പിന്റെയും അനുമതി വേണം. ഈ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയും നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ പരിശോധനകളുമായിട്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് സീൽ ചെയ്യുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷയും ഏർപ്പെടുത്തുന്നുണ്ട്. 200 മീറ്റർ പരിധിയിൽ ആർക്കും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നതാണ് ഇപ്പോൾ SIT സംഘം വ്യക്തമാക്കുന്നത്. അതിനിടെ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ മരിച്ചവരുടെ എല്ലാം വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അപ്പോൾ ഈ വിവര ശേഖരങ്ങളുടെ ഒരു അപഗ്രഥനവും അതുപോലെ തന്നെ ഈ തുടർ നടപടികൾ എന്തൊക്കെയാണ്, തുടർ അന്വേഷണങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലും ഇന്ന് ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടികളുമായി SIT സംഘം മുന്നോട്ട് പോവുക തന്നെയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് SIT സംഘം ശുചീകരണ തൊഴിലാളിയെ ഈ പ്രദേശത്ത് എത്തിച്ച് ഈ പ്രദേശത്തെ മാർക്ക് ചെയ്ത് സീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമായിരിക്കും ഈ കിളച്ച് പരിശോധനയിലേക്കൊക്കെ കടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ ഘട്ടത്തിൽ GPS സംവിധാനം, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ കുഴിച്ച് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള അനുമതിയൊക്കെ വേണം. റിസർവ് വനമാണ്, അതുകൊണ്ട് വലിയ രീതിയിലുള്ള അനുമതി വേണം. ഈ അനുമതിക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, RDOയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ശുചീകരണ തൊഴിലാളി ഈ കോടതിയിലും അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. ഈ തെളിവുകളുടെ സൂക്ഷ്മ പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഈ മണ്ണിൽ നിന്നാണ്, ഏത് മണ്ണിൽ നിന്നാണോ ഈ മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തത്, അപ്പോൾ ഈ കുഴിച്ചെടുത്ത ഭാഗത്തെ മണ്ണും ഈ ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ലഭിച്ചിരുന്ന അസ്ഥികൂടത്തിലെ മണ്ണും അത് രണ്ടും സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാച്ച് ചെയ്ത് നോക്കുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയം മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടുതൽ വിവരശേഖരണങ്ങൾ നടക്കുന്നു. മറ്റ് പരാതികളിൽ മേലും അന്വേഷണം നടക്കുകയാണ്. DGPയുടെ നേതൃത്വത്തിലാണ് അല്പസമയം മുമ്പ് ഈ യോഗം അവസാനിപ്പിച്ചത്. യോഗം അവസാനിപ്പിച്ചതിന് ശേഷം ശക്തമായ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SITയുടെ തീരുമാനം. തീർച്ചയായും ജോസഫ്, ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ ഈ മരിച്ച അനന്യ ഭട്ടിന്റെ അടക്കം, സൗജന്യയുടെയും അനന്യ ഭട്ടിന്റെ അടക്കം ഈ ഒരു മരണത്തിന്റെ ചുരുളഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനിയും ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴും കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ കൂടുതൽ മരണങ്ങളിലുള്ള ചുരുളഴിയും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും. അതായത് 2001 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തെ കണക്ക് നമ്മൾ എടുത്തതാണ്. ഈ കാലഘട്ടത്തിൽ മാത്രം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 485ഓളം ദുരൂഹ മരണങ്ങളും ആത്മഹത്യയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മലയാളിയായിട്ടുള്ള KJ ജോയിനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. പേര് വെളിപ്പെടുത്താനാവാത്ത മലയാളികളും നിരവധി പരാതികളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ വരുമ്പോൾ ഇതൊരു 1000ലേക്ക് അടുക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. 1980 മുതലുള്ള കാലയളവിൽ
ഈ കഴിഞ്ഞ 40 വർഷം, അതായത് 4 പതിറ്റാണ്ടത്തെ കേസ് എടുക്കുമ്പോൾ അത് ഒരു 1000-ന് മുകളിൽ വരാനുള്ള സാധ്യതയാണ് കണക്കിലെടുക്കുന്നത്. ഇതിൽ നിരവധി പരാതി ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി 2 ക്യാമ്പ് ഹൗസുകളാണ് ഇപ്പോൾ തന്നെ DGP പ്രണവ് മെഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണം തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന് മംഗലാപുരത്തും ഒന്ന് ബെൽത്തങ്ങാടിയിലുമാണ്. അത്തരത്തിൽ രഹസ്യമായി ഇത്തരത്തിൽ പരാതി നൽകുന്നതിനടക്കം ഈ അന്വേഷണ സംഘം സഹായം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പരാതികൾ ലഭിച്ചെങ്കിൽ മാത്രമാണ് ഈ മൃതദേഹങ്ങൾ, പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടെയാണ് എന്നുള്ള കാര്യത്തിൽ സാമ്പിൾ ചെയ്ത് DNA അടക്കമുള്ള പരിശോധനകൾ ഫലപ്രദമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ ലഭിക്കണമെന്നുള്ള കാര്യമാണ്. കൂടുതൽ പരാതികൾ ലഭിച്ചെങ്കിൽ മാത്രമേ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ ആരുടേതാണ് ഈ മൃതദേഹങ്ങൾ, ആരൊക്കെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഇതിനോടകം നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന പരാതികൾ അനന്യ ഭട്ടിന്റെയും മറ്റു ചിലരുടെയും പരാതികളാണ്. ഇതിൽ അനന്യ ഭട്ടിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. പലരുടെയും ഇരകളുടെ കുടുംബം ഇത്തരത്തിൽ രംഗത്തെത്താൻ തയ്യാറാകാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൂടുതൽ പരാതികൾ ലഭിക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ, അവരുടെ കർത്തവ്യത്തെ കൂടുതൽ സുഗമമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും അത് കൂടുതൽ ഫലപ്രദമാകുന്നതിനും കൂടുതൽ പരാതികൾ അനിവാര്യമാണ്. മാത്രവുമല്ല, ഈ കുറ്റവാളികൾ, അതായത് ഈ നിരവധിയായിട്ടുള്ള കുറ്റവാളികളുണ്ട്. ഈ നിരവധി കുറ്റവാളികളെ പിടിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിനെല്ലാം സാക്ഷികളും പരാതികളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ കൂടുതൽ വിവരശേഖരണങ്ങൾ നടത്തി ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് ഇത്തരത്തിൽ SIT സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചീകരണ തൊഴിലാളി ഈ പ്രദേശത്ത് എത്തുന്നു എന്നുള്ളതാണ്. എത്തിയതിനു ശേഷം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഭാഗങ്ങൾ എല്ലാം തന്നെ കാണിച്ചു കൊടുക്കും. ഈ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഈ ഭാഗം മാർക്ക് ചെയ്ത് സീൽ ചെയ്യും. ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. അതിനുശേഷം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് ശേഷം വനഭൂമിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വനം വകുപ്പിനും RDOയ്ക്കും നൽകും. RDOയുടെ നേതൃത്വത്തിലായിരിക്കും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ഇതിന് അല്പ സാവകാശം വേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമരസമിതി പ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ ഈ കുറ്റക്കാരെല്ലാം തന്നെ പിടിയിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നതതല യോഗം ചേർന്നു. ശുചീകരണ തൊഴിലാളിയെ ഇന്ന് ധർമ്മസ്ഥലയിലെത്തിക്കും. വനഭൂമിയിൽ കുഴിച്ചെടുക്കുന്നതിന് അപേക്ഷ നൽകും. RDOയ്ക്ക് റിപ്പോർട്ട് നൽകാൻ SIT സംഘം. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.